ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മീഷണർ റാണിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഓരോ കടകളിലായിട്ട് റാണിയെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചറിയാൻ കേട്ടോ. അങ്ങനെ റാണിയെ കാണാൻ വേണ്ടിയിട്ട് റാണി താമസിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്താതെ കമ്മീഷണർ അറിയാതെ അഭിജിത്തും കമ്മീഷണറെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായാലും അഞ്ജനയുടെ ആദ്യത്തെ കുട്ടിയെ കണ്ടെത്താൻ കമ്മീഷണറെ പിന്തുടർന്നാൽ മതി എന്നുള്ളത് അഭിജിത്തിനോട് അരവിന്ദ് പറഞ്ഞ പ്രകാരം തന്നെയാണ് അഭിജിത്ത് കമ്മീഷണർ കാണാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് റാണിയാണെങ്കിലോ ഗുണ്ടകളുമായിട്ട് നല്ല അടിപിടിയാണ്. അങ്ങനെ അവരെയൊക്കെ അടിച്ച് ഒരു പരുവമാക്കുന്ന ആ ഒരു സമയത്താവട്ടോ കമ്മീഷണർ അവിടേക്ക് എത്തുന്നത്. അങ്ങനെ കമ്മീഷണറിൻ്റെ കാറിൻ്റെ മുന്നിലാണ് ആ ഗുണ്ടകൾ വന്ന് വീഴുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റാണിയെ കാണുമ്പോൾ കമ്മീഷണർ തന്നെ ആകെ അന്തം വിട്ടു പോവാൻ കേട്ടോ. പൂജയുടെ അതേ ഫേസുള്ള ഈ കുട്ടിയെ കണ്ടപ്പോൾ പെട്ടെന്ന് കമ്മീഷണർ അറിയാതെ പൂജ എന്നങ്ങ് വായിലൂടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ കമ്മീഷണർ തന്നെ ആകെ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത്രയ്ക്കധികം ആ തടിമാടന്മാരായ ഗുണ്ടകളെ നന്നായിട്ട് തന്നെ ഇടിച്ച് ഒരു പരുവമാക്കുകയാണ് റാണി ചെയ്യുന്നത്. അങ്ങനെ റാണി അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി ഈ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ റാണിയെക്കുറിച്ച് എല്ലാ വിവരവും അവർ പറഞ്ഞു കൊടുക്കണം കേട്ടോ. റാണി ഒരു ചായക്കടക്കാരിയുടെ കൂടെയാണ് താമസിക്കുന്നത്, അവളുടെ മോളുടെ കുട്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ചായക്കട എവിടെയാണെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയണം കേട്ടോ. അങ്ങനെ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സീതമ്മ എന്നാണ് ആ കുട്ടിയുടെ അമ്മയുടെ പേര് എന്നുള്ള കാര്യം എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കടക്കാരൻ പറയാണ് ആ പെൺകുട്ടിയോട് മോശമായിട്ട് സംസാരിക്കുകയോ നോക്കുകയോ പോലും ചെയ്യാൻ പാടില്ല. അപ്പോഴത്തേക്കും ആ കുട്ടിയുടെ തനി സ്വരൂപം എല്ലാവരും അറിയും. ഇവിടെ ഒരു വലിയ ഒരു ഗുണ്ടയുണ്ടായിരുന്നു. അയാളെന്നെ ഒരു നിലംപരിശമാക്കിയതും ഈ കുട്ടി തന്നെയാണ്. മോശമായിട്ടാണ് ഈ കുട്ടിയോട് അയാൾ പെരുമാറിയത്. അതിന് അയാൾ 6 മാസം വരെ അയാൾ കട്ടിലിൽ നിന്നും എണീറ്റിട്ടില്ല, മലർന്നു പോലും കിടക്കാൻ പറ്റിയിട്ടില്ല, അത്രക്കധികം ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ കമ്മീഷണറോട് ആ കടക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് കമ്മീഷണർ നേരെ സീതമ്മയുടെ കടയിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അങ്ങനെ സീതമ്മയോടാണെങ്കിലോ കമ്മീഷണർ നൈസായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാണ്. അങ്ങനെ സീതമ്മ എങ്ങനെയാണ് റാണിയെ കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സീതമ്മയുടെ മോള് ഒരു തലക്ക് സുഖമില്ലാതെ ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് സീതമ്മ പുറത്ത് കടത്തിണയിൽ വന്ന് കിടക്കുമ്പോൾ ഒരു കുട്ടി, ഒരു 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ആകെ പേടിച്ച് വിറച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അങ്ങനെ ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന അലക്സ് എന്ന് പറഞ്ഞ ഒരാൾ ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയത്രേ. അപ്പോൾ ആ കുട്ടി കയ്യിലുണ്ടായിരുന്ന പേനാക്കത്തി വെച്ച് അയാളെ കുത്തി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ കുട്ടി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കുട്ടിയെയും കൂട്ടി അയാളെന്നെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയോട് മോശമായി പെരുമാറിയതിന് ഈ കുട്ടിയെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അലക്സ് എന്ന് പറഞ്ഞ ആൾക്ക് ആകെ പേടിയായി. അങ്ങനെ അയാൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നു. ആ സമയത്താണെങ്കിലോ എനിക്ക് പൈസയുടെ അത്യാവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ പൈസയും വാങ്ങി ഈ കുട്ടിയെയും കൂട്ടി ഞാൻ അവിടുന്ന് പോന്നു. ഈ കുട്ടിയെ എനിക്ക് കളയാൻ തോന്നിയില്ല എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ഈ കുട്ടിയുടെ പേരെന്താ, റാണി എന്നാണോ എന്ന് കമ്മീഷണർ ചോദിക്കുമ്പോൾ ആ സീതമ്മ തന്നെ ആകെ അത്ഭുതപ്പെട്ടു. നിങ്ങൾക്കറിയുമോ? ആദ്യം സീതമ്മ പറയും റാണിയെ ഉപദ്രവിച്ച ആളുടെ പേര് അലക്സ് എന്നോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അതെ അലക്സ് എന്ന് തന്നെയാണ് എന്ന് കമ്മീഷണർ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അലക്സിനെ അറിയുമോ എന്ന് സീതമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് കമ്മീഷണർ ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇപ്പോൾ അറിയുന്നത് എന്നങ്ങ് പറയുമ്പോൾ അല്ല ഞാൻ ഈ കുട്ടി നിങ്ങളുടെ മകളല്ല എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ടാണ് റാണിയെ എനിക്ക് അറിയാം എന്നുള്ള ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ സീതമ്മ എല്ലാ കാര്യവും കമ്മീഷണർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ കമ്മീഷണറോട് ഇക്കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താവും പെട്ടെന്ന് തന്നെ റാണി അകത്തുനിന്ന് അങ്ങ് വരികയാണ്. എന്നിട്ട് കൈയടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്താ തള്ളേ, നിങ്ങൾ എല്ലാ കാര്യവും ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണല്ലോ, എൻ്റെ എല്ലാ ജീവിത ചരിത്രവും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആര് വന്ന് ചോദിച്ചാലും എന്നെക്കുറിച്ച് ഒന്നും പറയരുത് എന്നുള്ളത്, പിന്നെ എന്തിനാ നിങ്ങൾ ഇയാളോട് ഇതൊക്കെ വിളമ്പാൻ പോയത് എന്നൊക്കെ പറഞ്ഞ് സീതമ്മയോട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് റാണി. അങ്ങനെ റാണി കമ്മീഷണറോട് പറയാണ് നിങ്ങളുടെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാ പൊളിച്ച് നോക്കി നിൽക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവണം എന്നങ്ങ് പറയട്ടോ. അങ്ങനെ റാണി ചൂടായിട്ട് സംസാരിക്കുമ്പോൾ കമ്മീഷണർ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ പൈസ വെച്ച് പോവുകയാണ്. അങ്ങനെ പൈസക്ക് പകരം 10 രൂപ വെക്കേണ്ടടുത്ത് കമ്മീഷണർ
20 രൂപ വയ്ക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇവിടെ 20 രൂപ വയ്ക്കുന്നത്? നിങ്ങൾക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1000 500 ഒക്കെ വെച്ചിട്ട് പോ, അല്ലാതെ ഈ നക്കാപ്പിച്ച 10 രൂപ വെച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ ഒരു 10 രൂപ എന്നങ്ങ് പറഞ്ഞ് കമ്മീഷണറുടെ പോക്കറ്റിലേക്ക് റാണി ആ 10 രൂപ അങ്ങ് തിരിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കമ്മീഷണർ പിന്നെ റാണി എങ്ങനെ നോക്കിക്കൊണ്ട് തന്നെയാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ കമ്മീഷണർ പോയ ഉടൻ തന്നെ അവിടെ അഭിജിത്ത് ഇങ്ങനെ ബൈക്കിൻ്റെ ആ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നിട്ട് ഇതെല്ലാം തന്നെ കാണുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അഭിജിത്തിൻ്റെ ആ ഒരു പെരുമാറ്റം റാണിയിൽ സംശയം വരികയാണ്. പിന്നീട് റാണി അഭിജിത്തിനെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് അഭിജിത്താണെങ്കിലും ആ ഹോട്ടലിൻ്റെ ഫോട്ടോയും എല്ലാം തന്നെ അങ്ങ് മൊബൈലിലാണ് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോഴത്തേക്കും റാണി കാണുമ്പോൾ റാണി ഡാ അവിടെ നിൽക്കടാ എന്നങ്ങ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അഭിജിത്തിൻ്റെ അടുത്തേക്ക് അടിക്കാൻ വേണ്ടി ചെല്ലാണ്. അപ്പോഴത്തേക്കും അഭിജിത്ത് അവിടുന്ന് ബൈക്ക് എടുത്ത് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ റാണി അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു, അവൻ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ റാണി അവിടുന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് സീതമ്മയുമായിട്ട് സംസാരിക്കുമ്പോഴാവും അവിടേക്ക് റാണിയുടെ സീതമ്മയ്ക്കും പരിചയമുള്ള ശ്രീകുട്ടൻ പറഞ്ഞ ഒരാൾ വരികയാണ്. എന്നിട്ട് ശ്രീകുട്ടൻ പറയാണ്, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ഞാൻ ഒരു കാര്യം അറിഞ്ഞു. എന്തിനാ റാണി നീ എപ്പോഴും ഇങ്ങനെ അടിയും പിടിയുമായിട്ട് നടക്കുന്നത്? നീ ഒരു പെണ്ണല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്കും ബാധകമല്ലേ ശ്രീകുട്ട, നീയും ഇതേപോലെ അടിയും പിടിയുമായിട്ടുള്ള തൊഴിൽ തന്നെയല്ലേ? ഞാനൊക്കെ അതൊക്കെ നിർത്താൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ റാണി തന്നെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ കൊട്ടേഷനും അടിയും പിടിയും ഒക്കെ ആയിട്ടാണ് നീ ജീവിക്കുന്നത്, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും പൈസ കിട്ടുന്ന സമയത്ത് നീ അങ്ങും പറയാറില്ലല്ലോ. നീ ചെയ്യുന്നതിനും പോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്, അതിൽ നീ ചെയ്യുന്നതിലും ഞാൻ ചെയ്യുന്നതിലും എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകുട്ടനോട് റാണി തട്ടിക്കയറാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ പറയാണ്, നീ എന്നോട് തട്ടിക്കയറാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനും നീയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് നീ ഈ വക പണിയൊക്കെ നിർത്തണം, എന്നിട്ട് നിനക്ക് പറ്റുന്ന നല്ലൊരു പണിയിലേക്ക് നീ മാറണം എന്നൊക്കെ പറഞ്ഞ് ശ്രീകുട്ടൻ റാണിയെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സീതമ്മയോടും റാണി അപ്പോൾ തട്ടിക്കയറുന്നുണ്ട് കേട്ടോ. ശ്രീകുട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, തള്ളേ നിങ്ങളുടെ ഈ ഒരു ഹോട്ടൽ കൊണ്ടൊന്നും ഈ കുടുംബം മുന്നോട്ട് പോവില്ല, ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടുകൂടി മാത്രമാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് അല്ല എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സീതമ്മയും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതെ, എനിക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഈ ഹോട്ടലൊക്കെ നല്ല അടിപൊളി പച്ച പിടിച്ച് തന്നെയാണ് പോയിരുന്നത്, അന്നൊക്കെ നിങ്ങളിവിടെ നല്ല സന്തോഷത്തോടു കൂടി തന്നെയല്ലേ ജീവിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ എന്നെ കൊണ്ട് വയ്യാതായി, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കടയിലൊന്നും തിരക്കില്ലാത്തത് എന്നൊക്കെ പറയണം. കമ്മീഷണർ വന്ന സമയത്ത് സീതമ്മയോട് ചോദിച്ചറിയുന്നുണ്ട്, റാണി നിങ്ങളുടെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാവും സീതമ്മ പറയുന്നത്, എൻ്റെ മകളുടെ മകളല്ല എന്നൊക്കെ പറയൂട്ടോ. എൻ്റെ മകൾക്ക് ഭ്രാന്തായ കാരണം തന്നെ എൻ്റെ മകളെ നോക്കി മരിപ്പിച്ചതും എല്ലാം തന്നെ ഈ റാണിയാണ്, അവളിപ്പോൾ ഈ അടിയും തൊഴിയുമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ മോളെ നോക്കി മരിപ്പിച്ചത് എല്ലാം തന്നെ ഈ റാണി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കമ്മീഷണർക്ക് അങ്ങ് മനസ്സിലാവുക തന്നെയാണ് കേട്ടോ. അഞ്ജന പ്രസവിച്ച ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ച മകളാണ് ഈ റാണി എന്നുള്ള കാര്യം കമ്മീഷണർ മനസ്സിലാക്കിയ ശേഷമാണ് പിന്നീട് അവിടുന്ന് പോകുന്നത്. പിന്നീട് ശ്രീകുട്ടൻ പറയുന്നുണ്ട്, ഇനി റാണി നീ ഈ വക തൊഴിലൊക്കെ നിർത്തി നല്ല ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് റാണിയെ ശ്രീകുട്ടൻ അങ്ങ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കമ്മീഷണറെ ഫോളോ ചെയ്തും കൊണ്ട് തന്നെ അഭിജിത്ത് പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ. പക്ഷേ അഭിജിത്ത് വരുന്നതൊന്നും കമ്മീഷണറുടെ കണ്ണിൽ അങ്ങ് കാണുന്നില്ല. കമ്മീഷണർ അപ്പോഴൊക്കെ റാണിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റാണിയുടെയും പൂജയുടെയും ഒരേ ഫേസ് ആയതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ കമ്മീഷണർ വണ്ടി ഓടിച്ചു പോകുന്നത്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ കമ്മീഷണർ നേരെ അലക്സിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അച്ചായനെ അങ്ങ് അടിച്ച് ഒരു പരുവമാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് റാണിയെ കൊല്ലാൻ വേണ്ടി നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച ശേഷം നീ എന്താണ് ചെയ്തത് എന്നുള്ളത് എന്നോട് സത്യസന്ധമായിട്ട് തന്നെ നീ എന്നോട് പറയണം, ഇല്ലെങ്കിൽ നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അലക്സിനെ ഒരുപാട് അങ്ങ് അടിച്ച് ഒരു പരുവമാക്കുന്നുണ്ട് കമ്മീഷണർ. പിന്നീട് അർജുനും പൂജയും കൂടി ടൂർ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ കേട്ടോ. അങ്ങനെ അച്ചമ്മ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ടൂർ പോയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് അവരെ രണ്ടുപേരെയും പറഞ്ഞയക്കാണ്. എന്നിട്ട് മാതിരിയമ്മ പൂജേനി അർജുനൊക്കെ ഉമ്മൊക്കെ കൊടുത്ത ശേഷമാണ് പറഞ്ഞയക്കുന്നത്. അതുപോലെ പൂജ അച്ചമ്മേനി ഉമ്മൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ ടാറ്റൊക്കെ പറഞ്ഞ ശേഷമാണ് പോകുന്നത്. അങ്ങനെ അർജുനും പൂജയും കൂടി ടൂറിന് പോകുന്ന
ആ സ്ഥലത്ത് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ അവർ സന്തോഷത്തോടു കൂടി നിമിഷങ്ങൾ പങ്കിടാണ്. ഈ എപ്പിസോഡുകളിലാണ് ഇനി റാണിയെ അർജുനും പൂജയും കണ്ടുമുട്ടാൻ പോകുന്നത്. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്.